സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. കൊല്ലം സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, 11 ദിവസത്തിനിടെ നമ്മുടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അസുഖം ബാധിച്ച് മരിക്കുന്ന മൂന്നാമത്തെ ആളാണ്. ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഈ വിശദാംശങ്ങൾ കൂടി. അനശ്വര, നിലവിൽ എന്തായാലും കൊല്ലം ജില്ലാ സ്വദേശിയാണ്. പട്ടാഴി സ്വദേശിയായ 48-കാരിയായ യുവതിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മരണപ്പെട്ടിരിക്കുന്നത്. സെപ്റ്റംബർ 23-ാം തീയതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. അതേ തുടർന്ന് അവിടെ ചികിത്സയിലുമായിരുന്നു. എന്തായാലും നേരത്തെ അനശ്വര സൂചിപ്പിച്ചതുപോലെ 11 ദിവസത്തിനിടെ 3 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 9-ാം തീയതി മുതൽ ഇന്ന് വരെ 100 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 100 പേരിൽ 24 പേർ മരണത്തിന് കീഴടങ്ങുന്നു. അതായത് കൂടുതൽ ജാഗ്രത വേണമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മരണനിരക്ക് ഈ രോഗവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഉയരുകയാണ്. തെക്കൻ ജില്ലയിലേക്ക് വന്നാൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ രോഗബാധിതരുള്ളത്. വടക്കൻ മേഖലയിലാണെങ്കിൽ കോഴിക്കോട്, മലപ്പുറം ഈ പ്രദേശങ്ങളിലാണുള്ളത്. എന്തായാലും ഈ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ഏറ്റവും പ്രധാനമായി എങ്ങനെയാണ് ഈ രോഗം പടരുന്നത് എന്നതിനെ പറ്റി കൃത്യമായി കാര്യങ്ങൾ പറയാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, മലിനമായ ജലം മൂക്കിലൂടെ പ്രവേശിക്കരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൃത്യമായി അത് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു ആശങ്ക കൂടി മുൻപൊരു ഘട്ടത്തിൽ പങ്കുവച്ചതാണ് ആളുകൾ. എന്തായാലും ഈ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. നിലവിൽ എന്തായാലും 48-കാരുടെ മരണ വാർത്തയാണ് നമുക്ക് വാർത്തയായി അറിയിക്കാനുള്ളത്. ശരി, രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.